റൗണ്ടിൽ 2 ലക്ഷത്തിലേക്ക് എത്തുകയാണ് പ്രിയങ്ക ഗാന്ധി. വളരെ പെട്ടെന്ന് 2 ലക്ഷത്തിലേക്ക് എത്തും. 1,67,339 എത്തും പ്രിയങ്ക ഗാന്ധി. മറ്റ് സംസ്ഥാനങ്ങളിൽ 2 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടല്ലോ അപർണ. അതിന്റെ 200 സീറ്റുകൾ 280 സീറ്റുകളിൽ മഹായുതി സഖ്യം മുന്നിലാണ്. 288 200 സീറ്റുകളിൽ മഹായുതി സഖ്യം മുന്നിലാണ്. അവിടെ അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു BJP സഖ്യം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. അതേസമയം ജാർഖണ്ഡിൽ NDA സ്ഥാനാർത്ഥികൾ പിന്നിലാണ്. NDA പിന്നിലാണ്. അവിടെ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി പുറത്തു വരുന്നു. JMM കോൺഗ്രസും ചേർന്ന ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി മുന്നിലാണ്. എക്സിറ്റ് പോൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എക്സാക്ട് പോൾ അല്ല, എക്സിറ്റ് പോൾ തന്നെയാണ്. മഹാരാഷ്ട്രയിൽ 200ഓളം സീറ്റ് അത്ഭുതകരം എക്സിറ്റ് പോളുകളെ വയനാട് 2 ലക്ഷത്തിലേക്ക് 1,91,077. രഞ്ജിത്തെ 2 ലക്ഷം എന്ന് പറഞ്ഞ ഒറ്റയടിക്കാണ് ലക്ഷത്തിലേക്ക് എത്തുന്നു പ്രിയങ്ക ഗാന്ധി തന്നെ. പ്രിയങ്കരി, വയനാടിന്റെ പ്രിയങ്കരി പ്രിയങ്ക ഗാന്ധി. UDFന് സന്തോഷിക്കാം. ഭൂരിപക്ഷം കുറഞ്ഞിരുന്നെങ്കിൽ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പല്ലേ എന്ന് ചോദിച്ചതിനെ എവിടെ കൃത്യം സമയത്ത് UDF അവിടെ ഹർത്താലും നടത്തി. അവിടെയും തിരിച്ചടിച്ചു. അവിടെയും NDAക്ക് തിരിച്ചടിച്ചു. കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ട്. അതൊക്കെ ഇനി പാലക്കാടും പ്രതിഫലിച്ചു എന്ന് പോലും കുറെ സമയമായിട്ട് പാലക്കാട്ടെ ഭൂരിപക്ഷം 1388 നിൽക്കുകയാണ്. ഈ വോട്ടെണ്ണൽ പല റൗണ്ടുകൾ പുരോഗമിക്കുന്നുണ്ട് എങ്കിൽ പോലും പുറത്ത് വിവരങ്ങൾ വരുന്ന കാര്യത്തിൽ കുറച്ചൊരു ആദ്യം മുതൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. ചേലക്കരയിൽ വളരെ പെട്ടെന്ന് റിസൾട്ടുകൾ വരുന്നുണ്ട്. പാലക്കാട്ട് കൂടുതലായി നമുക്ക് വിവരങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് മനസ്സിലാക്കുന്ന 1388 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുകയാണ്. പാലക്കാടൻ ത്രില്ലർ തന്നെയാണ്. ആദ്യ 2 ഘട്ടത്തിൽ BJP മുന്നേറ്റം 1000 കടന്നു 1500 ഒക്കെ വന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. പിന്നീട് 4ാം ഘട്ടമായപ്പോഴേക്കും 4ാം റൗണ്ട് ആയപ്പോഴേക്കും രാഹുൽ മുന്നേറുന്ന സാഹചര്യം വരുന്നു. 5ാം റൗണ്ടിൽ വീണ്ടും BJPയുടെ മുന്നേറ്റം ഉണ്ടാകുന്നു. ഏറ്റവും കൂടുതൽ ഇപ്പോൾ 7ാം റൗണ്ട് എണ്ണുമ്പോൾ ആണ് എന്ന് മനസ്സിലാക്കണം. 8ാം റൗണ്ട് എണ്ണുമ്പോഴാണെന്ന് മനസ്സിലാക്കണം. 1388ലേക്ക് BJPയുടെ കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം എത്തുകയാണ്. അത് അങ്ങനെ തന്നെ സ്റ്റേണായി നിൽക്കുകയാണ്. 1388 എന്നുള്ള ഭൂരിപക്ഷത്തിൽ സ്റ്റേണായി നിൽക്കുകയാണ്. ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് പിരായിരി അടക്കമുള്ള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെ എന്താണ് സംഭവിക്കുക? നമുക്കൊന്ന് ചേലക്കരയിലേക്ക് പോയിട്ട് വരാം. ചേലക്കരയിൽ 9,017 ലീഡിൽ നിൽക്കുന്നു. ചെങ്കോട്ട തന്നെയാണെന്നാണ് കെ രാധാകൃഷ്ണൻ പറഞ്ഞത്. പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ തൊട്ട് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് അപ്രസക്തമാണ്. അങ്ങനെയാണ് UR പ്രദീപ് മുന്നേറുന്നത്. ചെങ്കോട്ടയാണ് ഈ ചേലക്കര. കെ രാധാകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചത് ആ തരത്തിലാണ്. ഏതായാലും പ്രദീപിന്റെ ഭൂരിപക്ഷം 10,000 കടക്കുമെന്ന് നേരത്തെ തന്നെ LDF ക്യാമ്പുകൾ ഉറപ്പിച്ചിരുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. PV അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് ചലനം ഉണ്ടാക്കാൻ പോലും കഴിഞ്ഞില്ല ചേലക്കരയിൽ. തീർച്ചയായും PV അൻവറിന്റെ സ്ഥാനാർത്ഥി കേവലം 1000-നകത്ത് വോട്ടുകൾ അല്ലെ 1000-നകത്ത്. PV അൻവർ വലിയ തോതിൽ വലിയ പ്രചരണം നടത്തിയിരുന്നു. LDFനെ അട്ടിമറിക്കുമെന്ന് പറഞ്ഞു. പിണറായി വിജയനെതിരെ വലിയ ആക്രമണം നടത്തി. പക്ഷേ ഒരു ചലനവും ഉണ്ടാക്കാതെ PV അൻവർ. ഇതിനുശേഷം എവിടെയാണ് PV അൻവർ ഉണ്ടാവുക? UDFന് PV അൻവറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യം വന്നില്ല. സന്ദീപ് വാര്യർ UDF പാളയത്തിനകത്തെത്തി. അൻവർ എവിടെയാണ്? അൻവറിന് എന്ത് ചെയ്യും? അൻവർ ഇനി എങ്ങനെ രാഷ്ട്രീയ കേരളത്തിന്റെ മുഖത്തേക്ക്? PV അൻവറിന്റെ വലിയൊരു പരീക്ഷണശാല കൂടിയായിരുന്നു ചേലക്കര തെരഞ്ഞെടുപ്പ്. പക്ഷെ അവിടെ പൂർണ്ണമായും പരാജയപ്പെട്ട PV അൻവറിനെ ഇനിയും കാണാം. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം 1388 എന്നുള്ളതാണ്. മുന്നേറ്റം ഇടയ്ക്ക് BJP ലീഡ് തിരിച്ചു പിടിച്ചു എങ്കിലും വീണ്ടും രാഹുൽ തിരുമ്പി വന്നിട്ടേ രാഹുൽ തിരിച്ചു വരുന്നു. 1388ലേക്ക് രാഹുലിന്റെ ഭൂരിപക്ഷം എത്തുന്നു. 8 ആ നിലയിൽ മാറ്റം ഉണ്ടാകുന്നില്ല. അത് ഭയങ്കര ഒരു സസ്പെൻസ് ആക്കി നിൽക്കുന്നു. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ തുടക്കം